ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. ജ്യൂസാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ ഈ ജ്യൂസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പിങ്ക് ജ്യൂസും ഒരു വൈറ്റ് ജ്യൂസും. ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പേരയ്ക്കയാണ്. പേരയ്ക്ക കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിങ്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ റെഡ് കളർ പേരയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ചെറിയ 2 പേരയ്ക്ക ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൊലി ചെത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് വീട്ടിലുണ്ടായ പേരയ്ക്കയല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പേരയ്ക്ക ആയതുകൊണ്ട് തൊലി ചെത്തി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് പാല് ഞാൻ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പേരയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. കാരണം അതിൻ്റെ കുരു കൂടി ഇട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ആ കുരു തരിതര അതിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് അടിച്ച് ആ കുരു അരിച്ച് മാറ്റി കളയണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പേരയ്ക്ക എടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തത് ഒരു അരിപ്പിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ കുരു എല്ലാം അതിൽ നിന്നൊന്ന് മാറിക്കിട്ടണം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിനകത്തോട്ട് കഴുകി ഒഴിക്കുന്നുണ്ട്. കുറേ പേരയ്ക്ക അതിൽ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം മധുരമുള്ള പേരയ്ക്കയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജ്യൂസിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഷുഗർ ആഡ് ചെയ്യാതെ ജസ്റ്റ് പാല് മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ പേരയ്ക്കയുടെ കുരു വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി കളഞ്ഞിട്ട് നമുക്ക് ആ ജാറിലേക്ക് തന്നെ പേരയ്ക്ക അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെ കട്ടയും കൂടി, ഇത് പാല് ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഐസ് കട്ടയാക്കി എടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ ഞാൻ ഇടുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ മധുരം കുറവാണ്, ജ്യൂസിന് മധുരം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ തേൻ ഉപയോഗിക്കുന്നുണ്ട്. സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് വെച്ചിട്ട് ഇതിലേക്കാണ് ഞാൻ ജ്യൂസ് ഒഴിക്കുന്നത്. നമ്മുടെ പിങ്ക് ജ്യൂസ് റെഡിയായി. ഇത് നമുക്ക് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ എടുത്ത ആ പേരയ്ക്ക വെച്ചിട്ട് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി നമ്മൾ വെള്ള പേരയ്ക്ക കൊണ്ടിട്ട് വൈറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ പോലെ മിക്സിയിൽ അരിച്ചെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് പാല് തണുപ്പിച്ച് ഐസാക്കി എടുത്തതും കൂടി ചേർക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് 1 സ്പൂൺ ഹോർലിക്സിൻ്റെ പൊടി. 1-1.5 സ്പൂൺ ഹോർലിക്സിൻ്റെ പൊടി ചേർക്കാം. ഒരു 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തു. മധുരം കുറവുള്ള പേരയ്ക്കയാണ്, അതുകൊണ്ട് 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേരയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പേരയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കും. ഹോർലിക്സിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ആദ്യത്തെ ജ്യൂസിനേക്കാളും വൈറ്റ് ജ്യൂസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.